ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. സ്നേഹമുള്ള സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ സകലവും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും തഖ്വയിൽ അധിഷ്ഠിതമാക്കി മാറ്റുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ ആദ്യമേ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളായ അടിമകളെ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ എന്ന ദൈവിക ഗ്രന്ഥം കാലാതിവർത്തിയാണ്. ഖുർആനിലെ അധ്യാപനങ്ങൾ അന്ത്യനാൾ വരെയും മനുഷ്യ സമൂഹത്തിന് മാർഗദർശകമാണ്. ഖുർആൻ പറഞ്ഞു തരുന്ന ചരിത്രവും അന്ത്യനാൾ വരെയുള്ള മനുഷ്യ സമൂഹത്തിന് ഗുണപാഠമാണ്. പൂർവവേദങ്ങളായ തൗറയും ഇഞ്ചീലും സബൂറും എല്ലാം പരാമർശിക്കുന്ന മഹത്തായ ചരിത്രമാണ് ഇസ്രായേൽ സമൂഹത്തിൻ്റേത്. ഖുർആനിന് മുമ്പ് നീണ്ട ഒരു കാലത്തെ ചരിത്രം ഇസ്രായേൽ സമൂഹത്തിനുണ്ട് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട ചരിത്രം ഇസ്രായേൽ സമൂഹത്തിൻ്റെതാണ്. അതിന് ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. ഖുർആൻ അവതരിക്കുമ്പോൾ അറേബ്യയിൽ, വിശേഷിച്ചും മദീനയിലും പരിസരത്തും നിറഞ്ഞു നിന്നിരുന്ന രണ്ട്
മതവിഭാഗങ്ങളാണ് ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ അവരെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അവർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ തിരുത്തുക, ഇസ്ലാമിക സമൂഹം അവർക്ക് സംഭവിച്ച അബദ്ധങ്ങളിൽ നിന്ന് വഴിമാറി നടക്കുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രം വളരെ വിശദമായി തന്നെ പറഞ്ഞു തരുന്നു. ആ സമൂഹം സജീവമായി നിലനിൽക്കെ തന്നെയാണ് ഖുർആൻ അവരുടെ കഴിഞ്ഞുപോയ തലമുറകളുടെ, പ്രവാചകന്മാരുടെ പാരമ്പര്യമുള്ള തലമുറകളുടെ ചരിത്രം പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരെ നേരിട്ട് വിളിച്ചുകൊണ്ട് യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അല്ലാഹു തആല കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പൂർവ്വവേദങ്ങൾ പരാമർശിച്ചതും പരാമർശിക്കാത്തതുമായ സംഭവങ്ങൾ, പൂർവ്വവേദങ്ങളിൽ ഉണ്ടായിട്ടും അവർ തമസ്കരിക്കാൻ ശ്രമിച്ച സംഭവങ്ങൾ എല്ലാം ഖുർആൻ വഴിക്ക് വഴിയായിട്ട് പറഞ്ഞു തരുന്നത് കാണാൻ കഴിയും. അതിനൊരു അടിസ്ഥാന കാരണം അവർക്ക് വ്യതിചലനം സംഭവിച്ചു പോയിരിക്കുന്നു. നീണ്ടകാലം ദീനുൽ ഇസ്ലാമിന്റെ നേതൃപരമായ പങ്ക് വഹിച്ച മഹത്തുക്കളായ പ്രവാചകന്മാരുടെ പാരമ്പര്യമുള്ള ആ സമൂഹത്തിന് പിൽക്കാലത്ത് വ്യതിചലനം സംഭവിച്ചു പോയി. അങ്ങനെയുള്ള സംഭവിച്ചിരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നത് പിന്നീട് വന്ന ഖുർആനിന്റെ നിർബന്ധമായ ബാധ്യതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിന്റെ ഒരു മുഖവും അത് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് വ്യതിചലനം സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഒരു നീണ്ട കാലത്തെ പാരമ്പര്യമുള്ള ഇസ്ലാമിക നേതൃത്വം അല്ലാഹുവിനെ തിരിച്ചു വാങ്ങുകയാണ്. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് ചരിത്രപരമായി സുപ്രധാനമായ ഒരു സംഭവത്തിലൂടെ പ്രതീകാത്മകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതായിരുന്നല്ലോ ഖിബ്ല മാറ്റം എന്ന സംഭവം. അതവരെ ബോധ്യപ്പെടുത്തുകയാണ്. ആ സ്ഥാനം പറിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് മസ്ജിദുൽ ഹറമിലേക്ക് യഥാർത്ഥ അടിസ്ഥാന ഖിബ്ലയിലേക്ക് തിരിച്ച് വന്നതിന്റെ ഭാഗമായിരുന്നു എന്ന് കാണാം. മത സമൂഹങ്ങൾ കാലാന്തരത്തിൽ പലതരം വ്യതിചലനങ്ങൾക്കും വിധേയമാകാൻ ഇടയുണ്ട് എന്ന മഹത്തായ പാഠം ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അവരെ പോലെ ആകരുത്, നിങ്ങൾ അവരെ പോലെ ആകരുത്. അവർക്ക് എന്താ സംഭവിച്ചത്? കാലം കുറെ ചെന്നപ്പോ അവരുടെ മനസ്സുകൾ കടുത്തു. ഉത്ബോധനങ്ങൾ മനസ്സിലേക്ക് പ്രവേശിക്കുന്നില്ല, പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. കേവലം ഒരു സമുദായമായിട്ട് കുറെ പാരമ്പര്യങ്ങളും ശീലങ്ങളും കൊണ്ടു നടക്കുന്ന ഒരു സമുദായമായിട്ട് മാറിപ്പോയി. അതാണ് നമുക്കും സംഭവിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ അവരുടെ ചരിത്രം മുൻനിർത്തി നമ്മെ ഉണർത്തുന്നുണ്ട്. പടച്ചതമ്പുരാൻ സൂറത്തുൽ ബഖറ 211 ആയത്തിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇസ്രായേൽ സന്തതികളോട് ചോദിച്ചു നോക്കൂ, എത്രയെത്ര വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളത്. നന്നാവുകയാണെങ്കിൽ അവരാ നന്നാകാൻ ചെയ്യുന്നത്. അത്രമാത്രം ദൃഷ്ടാന്തങ്ങൾ. മഹാന്മാരായ പ്രവാചകന്മാരുടെ സാമീപ്യം, പ്രവാചകന്മാരോട് ഒന്നിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കെ അല്ലാഹുവിൽ നിന്നുള്ള മഹത്തായ ദൃഷ്ടാന്തങ്ങൾ, വാഴ്ചകൾ നേരിട്ട് അനുഭവിക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു അവർക്ക് കൊടുത്തു. മൂസാ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ നാം മനസ്സിലാക്കിയതാണ്. ആ ഒരു വടി കൊണ്ട് അവർക്ക് മുമ്പിൽ മൂസാ അലൈഹിസ്സലാമിലൂടെ അല്ലാഹു തആല കാണിച്ചു കൊടുത്ത മുഅ്ജിസത്തുകൾ അപാരമാണ്. നേരിട്ട് അവർ കണ്ടതല്ലേ ചെങ്കടൽ പിടയുന്നത്, അങ്ങനെ അവർ മരുകര പറ്റിയത്, പിന്നാലെ വന്ന ഫിർഔനും കൂട്ടരും മുങ്ങി ഒടുങ്ങിയത് നേരിട്ട് കണ്ടതാണ്. എന്നിട്ട് മറുകര എത്തിയിട്ട് അവർ ആ ചെങ്കടൽ തീരത്തുകൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ അവർ ചില മുക്കുവ കുടിലുകൾ കണ്ടു. ആ മുക്കുവ കുടിലുകളിൽ പാർക്കുന്നവർ ചില വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്നുണ്ടായിരുന്നു.
ഉടനെ അവരെന്താ പറഞ്ഞത് മൂസാ അലൈഹിസ്സലാമിനോട്? ഇജാഅലന ഇലാഹൻ കമാ ലഹും ആലിഹ. കണ്ടോ മൂസ, അവർക്കൊക്കെ കാണാൻ പറ്റുന്ന ദൈവങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒരു ദൈവത്തെ തരൂ. അവർക്കൊക്കെ എത്ര ദൈവങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. അത്രമാത്രം വിശ്വാസം ഉറക്കാത്ത ഒരു വിവാദമായിരുന്നു അവർ എന്ന് കാണാൻ കഴിയും. അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളോട് അവർ നിരന്തരം പ്രകടിപ്പിച്ച നന്ദികേടുകൾ വിശുദ്ധ ഖുർആൻ എണ്ണി പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറ മുതൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ മരുഭൂവാസ കാലത്ത് അല്ലാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്നുണ്ടല്ല. മന്നയും സെൽവയും നൽകി, മേഘക്കുട കൊണ്ട് തണലിട്ട് കൊടുത്തു, അവർക്ക് വെള്ളം കുടിക്കാൻ 12 അരുവികൾ, അവർ 12 ഗോത്രങ്ങളായതിനാൽ 12 അരുവികൾ. മൂസാ അലൈഹിസ്സലാം തന്റെ വടി കൊണ്ട് പാറയിലടിച്ചപ്പോൾ 12 അരുവികൾ പൊട്ടിയൊഴുകി. ഇങ്ങനെ എത്രയാണ് അനുഗ്രഹങ്ങൾ കൊടുത്തത്, എല്ലാം അവർ ആസ്വദിച്ചവരാണ്. പക്ഷെ എന്നിട്ടും മൂസാ അലൈഹിസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി തോരിസീനയിലേക്ക് പോകുമ്പോഴേക്ക് അവർ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു കളഞ്ഞു. സാമിനി എന്ന പുരോഹിതൻ അതിന് നേതൃത്വം നൽകി. എത്ര പെട്ടെന്നാണ് അവരെല്ലാം മറന്നുപോയത് എന്നത് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ പൂർവികന്മാർക്ക് സംഭവിച്ച അബദ്ധങ്ങളും ആ സമൂഹത്തിൽ പൊതുവെ ഉണ്ടായിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ശനിയാഴ്ച ദിവസം അവർ അതിക്രമം പ്രവർത്തിച്ച സംഭവം ഖുർആൻ എടുത്തു പറയുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കേവലം ഒരു ചരിത്ര കഥനം എന്നതിനപ്പുറത്ത് ഇന്ന് നിലനിൽക്കുന്ന ഇസ്ലാമിക സമൂഹം അഥവാ വേദപാരായണം നടത്തിക്കൊണ്ടേയിരിക്കുന്ന, വിശുദ്ധ ഖുർആൻ നിരന്തരം പാരായണം ചെയ്ത് പുണ്യമാർജിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന നമുക്ക് ഈ കഴിഞ്ഞുപോയ സമൂഹത്തിൽ എന്ത് പാഠമാണുള്ളത്? ഇത് വളരെ പ്രസക്തമായ ഒരു അന്വേഷണമാണ്. എന്തുകൊണ്ട് ഇസ്രായേൽ സമൂഹം അധപ്പതിച്ചു പോയി? അധപ്പതന കാരണങ്ങളുണ്ടെല്ലാം. നമ്മുടെ നിലവിലുള്ള അവസ്ഥ എന്താണ്? അവരുടെ പിന്മുറക്കാരായി വേദം നൽകപ്പെട്ട നമ്മുടെ നിലവിലുള്ള അവസ്ഥ എന്താണ് എന്ന് പുനഃപരിശോധിക്കുവാനുള്ള സന്ദർഭമാണ് തീർച്ചയായും ഇത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പടച്ച തമ്പുരാൻ അവരെ വിലയിരുത്തുന്നത് മനസ്സ് കടുത്തുപോയവർ എന്നാണ്. പാറ പോലെ അല്ല, അതിനേക്കാളും കടുത്തുപോയി. പാറകളിൽ ചിലതിൽ നിന്ന് നദികൾ ഒഴുകുന്നു, അരുവികൾ ഒഴുകുന്നു. ചില പാറകൾ അല്ലാഹുവിനെ ഭയന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഉരുണ്ടു വീഴുന്നു. പക്ഷെ എന്നിട്ടും കാണില്ലേ, എല്ലാറ്റിനും ശേഷം അവരുടെ മനസ്സുകൾ കടുത്തുപോയല്ലോ. വല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്ന് പുനഃപരിശോധിക്കേണ്ട സന്ദർഭമാണിത്. അല്ലാഹുവോട്, പ്രവാചക അധ്യാപനങ്ങളോട്, വേദ അധ്യാപനങ്ങളോട് നമ്മുടെ നിലപാട് എവിടെ എത്തി നിൽക്കുന്നു? നാം പയ്യെ അവരുടെ പിന്നാലെയാണോ സഞ്ചരിക്കുന്നത് എന്ന് ആത്മപരിശോധന നടത്താൻ നമുക്ക് കഴിയണം. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, നിങ്ങൾ സത്യത്തെ അസത്യത്തിന്റെ മൂടുപടം അണിയിക്കരുത്. നിങ്ങൾ സത്യത്തെ അസത്യമായിട്ട് കൂട്ടിക്കലർത്തരുത്. തെറ്റിദ്ധാരണജനകമായ അവസ്ഥ സൃഷ്ടിക്കരുത്. സത്യവും അസത്യവും വേറിട്ട് തന്നെ നിൽക്കണം. ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന രീതി സൃഷ്ടിക്കരുത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതല്ലേ, പൗരോഹിത്യത്തിന്റെ വളരെ ശക്തമായ ദുസ്വാധീനം ഇസ്രായേൽ സമൂഹത്തെ നശിപ്പിച്ചതിൽ മുഖ്യ കാരണമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്കും അത് തന്നെയല്ലേ കടന്നു വരുന്നത് എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പൗരോഹിത്യം സത്യത്തെയും അസത്യത്തെയും, തൗഹീദിനെയും ശിർക്കിനെയും എല്ലാം കൂട്ടിക്കലർത്തി ലോലമായ അതിന്റെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് എല്ലാം ഒന്നാക്കി മാറ്റുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിലും സംഭവിക്കുന്നതിലേക്ക് ആലോചിച്ച് നോക്കാം. നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കരുത്. വകത്തും താലവും എല്ലാം അറിയുന്നവരായിരിക്കെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് സത്യത്തെ മറച്ചു വെക്കുന്നത്? എല്ലാം തുറന്നു പറയാത്തത് എന്താണ്? വിശുദ്ധ ഖുർആൻ വെളിപ്പെടുത്തുന്നത് എന്താണ്? ജനസമക്ഷം സമർപ്പിക്കാത്തത് എന്താണ്? ഇസ്ലാമിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കാത്തത് എന്താണ്?
ഇസ്ലാമിന്റെ ആരാധനാഭാവത്തോട് മാത്രം അമിതമായ താല്പര്യം പ്രകടിപ്പിക്കുകയും ജീവിതത്തിന്റെ വിശാലമായ മറ്റു മേഖലകൾ മറച്ചുവെക്കപ്പെടുകയും ചെയ്യുന്നത് എന്താണ്? ഇസ്ലാമിന്റെ സാമൂഹിക മുഖം, ഇസ്ലാമിന്റെ രാഷ്ട്രീയ മുഖം, ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രമം, ഇതൊക്കെ ജനങ്ങൾ അറിയണ്ടേ? എന്തുകൊണ്ടാണ് മറച്ചുവെക്കപ്പെടുന്നത്? എല്ലാം അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഈ സമീപനം സ്വീകരിക്കുന്നു? ശുദ്ധ ഖുർആൻ അതേക്കുറിച്ച് പറഞ്ഞല്ലോ, നിന്യതയും ദൈന്യതയും അവർക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ കോപത്തിന് അവർ പാത്രമായിരിക്കുന്നു. വേദവാഹകരായിരുന്നു അവർ. പക്ഷെ പിന്നീട് അവർക്ക് സംഭവിച്ച പരിണതി ഇങ്ങനെയൊക്കെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിന് കാരണങ്ങൾ ഓരോന്നും എണ്ണിപ്പാടുകയാണ്. അവർ വേദവചനത്തിന്റെ വാക്കുകൾ മാറ്റി പറഞ്ഞു. സ്ഥാനത്ത് നിന്ന് അസ്ഥാനത്തേക്ക് അവ മാറ്റി പ്രയോഗിക്കാൻ ശ്രമിച്ചു. അവർ ചെയ്ത അബദ്ധമാണ്. ഖുർആൻ അവരെ ശപിച്ചു പറയുന്നു. സ്വന്തം കൈകൾ കൊണ്ട് വേദം എഴുതി ഉണ്ടാക്കിയവർക്ക് നാശം. എന്നിട്ട് അവർ പറയാണ് ഇത് ദൈവികമാണ്, ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് എക്കാലവും അവർ പറയുകയും ചെയ്യുന്നു. തുച്ഛമായ വിലക്ക് അഥവാ ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട് അതിനെ വിൽപ്പന നടത്തുവാൻ വേണ്ടി അവർ സ്വീകരിച്ച അങ്ങേയറ്റം നീചമായ നിലപാടാണിത്. സ്വന്തമായി എന്തൊക്കെയോ എഴുതി ഉണ്ടാക്കിയിട്ട് അല്ലാഹുവിന്റെ തലയിൽ കെട്ടിവെക്കാൻ അവർ ശ്രമിച്ചു. ഇതാണ് മതം, ഇതാണ് ദീൻ എന്ന് പറഞ്ഞ പൗരോഹിത്യം ദീനിനെ ആകെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നർത്ഥം. ഇതവർക്ക് സംഭവിച്ച അബദ്ധമാണ്. നമ്മുടെ സമുദായത്തിലും എല്ലാറ്റിനും ന്യായീകരണം ഖുർആനും സുന്നത്തും തന്നെയല്ലേ? അങ്ങനെയാണ്. വാദപ്രതിവാദങ്ങൾ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അറ്റമില്ലാത്ത വിധം തുടരുകയാണ്. ഇരു വിഭാഗങ്ങളും സമർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവർക്കും തെളിവ് ഖുർആൻ തന്നെയാണ്. എന്താ കാരണം? ആരോ വെള്ളം ചേർക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പല്ലേ? ഒന്നിന് തികച്ചും വിരുദ്ധമായി മറ്റൊന്ന്. ഒന്ന് വെളുപ്പാണെങ്കിൽ മറ്റൊരു കറുപ്പ്. എന്നിട്ട് വെളുപ്പിനും കറുപ്പിനും തെളിവ് ഖുർആൻ. അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കില്ല. പക്ഷെ അതാണ് നമ്മുടെ സമുദായത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ സമൂഹത്തെ മഹാന്മാരായ പ്രവാചകന്മാർ ശപിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദാവൂദ് അലൈഹിസ്സലാമിന്റെയും ഈസാ അലൈഹിസ്സലാമിന്റെയും തിരുനാവുകളിലൂടെ ഇസ്രായേൽ സമൂഹം ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? ആ സമൂഹത്തിൽ നടമാടിയിരുന്ന തിന്മകളെ അവർ തടഞ്ഞില്ല എന്നുള്ളതാണ്. എന്താ നമ്മുടെ അവസ്ഥ? നമ്മൾ തടയാറുണ്ടോ? തിന്മകളോട് പ്രതികരിക്കാറുണ്ടോ? മൗനാനുവാദം നൽകി അല്ലെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ നാം മുന്നോട്ട് പോവുകയല്ലേ? മറ്റാരോ മദ്യനിരോധത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഞങ്ങളുടെ ഖുർആനിലുമുണ്ട് എന്ന് പറയാനല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? സമൂഹത്തിൽ നടമാടുന്ന തിന്മകളോട് പ്രതികരിക്കുക എന്നത് വേദവിശ്വാസികളുടെ നിർബന്ധ ബാധ്യതയാണ്. അവർ അതിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ പ്രവാചകന്മാരുടെ നാവിലൂടെ അവർ ശപിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതേപോലെ അവർക്ക് സംഭവിച്ച മറ്റൊരു അബദ്ധം കക്ഷിത്വമാണ്. കക്ഷി താല്പര്യങ്ങളും ഭിന്നതകളും ശ്രദ്ധിച്ച് മുതലെടുക്കുന്ന ഓർക്കിടയിലുണ്ടായി. ഒക്കാലത്തിൽ യഹൂദികൾ പറയുന്നത് ആ നസ്രാനികളുണ്ടല്ലോ അഥവാ ക്രൈസ്തവരുണ്ടല്ലോ, അവരൊരു വസ്തുവും കൊടുത്തില്ല. എന്നാൽ യഹൂദികൾ ക്രൈസ്തവരെ കുറിച്ച് പറയുന്നു. അപ്പൊ ക്രൈസ്തവർ എന്ന് പറയാം, അവർ നേരെ തിരിച്ചു പറയും ലൈസത്തിൽ യഹൂദ ആകാശം. ഈ യഹൂദികൾ ഒരു വസ്തുവും കൊള്ളില്ല. രണ്ടുപേരും വേദക്കാരാണ്, വേദം പാരായണം ചെയ്യുന്നവരാണ്, പ്രവാചകന്മാരുടെ അനുയായികളാണ്. പക്ഷെ രണ്ടു കൂട്ടരും പരസ്പരം തള്ളിപ്പറയുന്നു, കക്ഷിത്വം സൃഷ്ടിക്കുന്നു, ഭിന്നത സൃഷ്ടിച്ച്
മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊക്കെയും വേദപാലനയാണ് കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. നമുക്കിടയിൽ എത്രയാണ് കക്ഷികൾ, എത്രയാണ് വിഭാഗങ്ങൾ. മുൻകൂട്ടിൽ എന്തെങ്കിലും നന്മ ചെയ്താൽ അതിലെന്തെങ്കിലും തിന്മ കണ്ടെത്തി അല്ലെങ്കിൽ പോരായ്മ കണ്ടെത്തി അടച്ച് ആക്ഷേപിക്കുക എന്നത് നമ്മുടെ സമുദായത്തിന്റെ ഒരു വിനോദമായിട്ട് മാറിപ്പോയിട്ടില്ലേ എന്ന് ആലോചിച്ച് നോക്കുക. അന്ധമായ വംശീയതയും വർഗീയതയും സൃഷ്ടിക്കുവാൻ ശ്രമിക്കുക എന്നത് അവരുടെ ഒരു ശൈലിയായിരുന്നു എന്നും ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ജൂതന്മാർ പറയും, നിങ്ങൾ ജൂതനാകൂ എങ്കിലേ നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടുള്ളൂ. ക്രൈസ്തവർ പറയും, നിങ്ങൾ ക്രൈസ്തവരാകൂ എങ്കിലേ നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടുള്ളൂ. ഇങ്ങനെ കേവല പാരമ്പര്യങ്ങളുടെ പേരിൽ, വംശീയമായ ഗോത്രപരമായ പക്ഷപാതങ്ങളുടെ പേരിൽ ഹിദായത്തിനെ പോലും അവർ വെട്ടിമുറിച്ച് തങ്ങളുടേതാക്കിയിട്ട് മാറ്റാൻ ശ്രമിച്ചു. ഖുർആൻ മറുപടി പറയുന്നുണ്ട്, അങ്ങനെയല്ല പറയേണ്ടത്. ബൽ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഋജുവായ ആ മില്ലത്തിനെ കുറിച്ചാണ്, അതിലേക്കാണ് മടങ്ങി വരേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ മറുപടി പറയുന്നതായിട്ട് കാണാം. അവർ സമൂഹത്തിൽ വല്ലാത്ത വ്യാമോഹങ്ങൾ ജനിപ്പിച്ചു. പൗരോഹിത്യം സൃഷ്ടിച്ചൊരു പണിയാണ്. വ്യാമോഹങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ജൂതനല്ലാതെ ക്രിസ്ത്യാനിയല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയേയില്ല. അവർ പറഞ്ഞതാണ്, നരകത്തിൽ പ്രവേശിക്കേണ്ടി വരില്ല. അഥവാ പ്രവേശിക്കേണ്ടി വന്നാലോ എണ്ണപ്പെട്ട നാളുകൾ മാത്രം. എണ്ണപ്പെട്ട നാളുകൾ ശാസ്ത്രകൾ പറയുന്നുണ്ട്. 40 നാളുകൾ ആണല്ലോ അവർ പശുക്കുട്ടി ആരാധിച്ചു പോയത്. അവരൊരു വിഭാഗം പറയുന്നത് അങ്ങനെയാണ്. ഒരുപക്ഷെ ആ 40 നാൾ നാം നരകത്തിൽ കടക്കേണ്ടി വന്നേക്കാം, അതിനപ്പുറം എന്തായാലും പോകേണ്ടിയില്ല എന്നവർ പറഞ്ഞു. ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാണ്. പടച്ചവൻ ഏറ്റവും ഇഷ്ടം ഞങ്ങളോടാണ്. അതുകൊണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല, പടച്ചവൻ പുറത്തോളും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ സമുദായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായാലും ആ ശഫാഅത്തിലൂടെ നമ്മളൊക്കെ അർഹരാകും എന്ന് വ്യാമോഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയൊരു ശഫാഅത്ത് ഉണ്ടാകുമോ? എല്ലാവർക്കും വേണ്ടി ഗേറ്റ് തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥ മനുഷ്യരിൽ സംഭവിക്കുമോ? എങ്കിൽ അല്ലാഹുവിന്റെ നീതി എങ്ങനെയാണ് പുലരുന്നത്? അസാധ്യമാണത്. അർഹതയുള്ളവർക്ക് മാത്രമായിരിക്കും ശഫാഅത്ത് ലഭിക്കുക എന്നാണ് ഖുർആൻ കൊണ്ട് നമുക്ക് ബോധ്യമാകുന്നത്. പക്ഷെ പൗരോഹിത്യം എത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ ദിവസം കർണാടകയിൽ 5001 രൂപക്ക് സ്വർഗം മുറിച്ച് പീസാക്കിയിട്ട് വിൽപ്പന നടത്തി പൗരോഹിത്യം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, 5001 രൂപ നൽകിയാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. പൗരോഹിത്യം സ്വർഗം മുറിച്ച് പീസാക്കിയിട്ട് വിൽപ്പന നടത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞതിന്റെ തനി പകർപ്പല്ലേ ഇന്ന് നമ്മുടെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആലോചിച്ച് നോക്ക്. വ്യാമോഹത്തിന് അടിമപ്പെടുത്തുക മനുഷ്യ സമൂഹത്തെ. എന്നിട്ട് നിങ്ങൾക്ക് എന്തുമാകാം, എങ്ങനെയും കാശുണ്ടാക്കിക്കൊള്ളൂ. എന്നിട്ട് ആ കാശ് ഇതാ സ്വർഗത്തിന്റെ പകരമായിട്ട് ഞങ്ങളെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ സോൾ ഏജൻസി ഏറ്റെടുക്കുകയാണ്. നമ്മളും ഇതിന്റെ പിന്നാലെ തന്നെയല്ലേ സഞ്ചരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയുള്ള നിരന്തരമായ പലതരത്തിലുള്ള ജൽപ്പനങ്ങൾ പൗരോഹിത്യം മുന്നോട്ട് വെച്ചുകൊണ്ടേയിരിക്കുന്നു. എവിടെയാണ് വിശുദ്ധ ഖുർആൻ ഇസ്രായേൽ സമൂഹത്തിന് സംഭവിച്ച അബദ്ധങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ അവർ ഇത്രത്തോളം പറഞ്ഞപ്പോ, ഞങ്ങൾ പടച്ചവന്റെ മക്കളാണ്, പടച്ചവന്റെ ഇഷ്ടക്കാരാണ്, ഞങ്ങൾ നരകത്തിൽ പോവില്ല, സ്വർഗം ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്, ഇങ്ങനെയൊക്കെ അവകാശവാദം ഉന്നയിച്ചപ്പോ അല്ലാഹു തആല അവർക്ക് മുമ്പിൽ ഒരു ചോദ്യം ഇട്ടു കൊടുക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ സഅൽതും അന്നകും ഔലിയാഉ ലില്ലാഹ് മിൻ ദൂനിന്നാസ് ഫതമന്നൗൽ മൗത ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, മറ്റു മനുഷ്യന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ മാത്രമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് നിങ്ങൾ വാദിക്കുന്നുവല്ലോ. നിങ്ങൾ അങ്ങനെയാണ് വാദിക്കുന്നത്.
എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ മരിക്കാൻ സന്നദ്ധമാകാമോ? അല്ലാഹുവിന്റെ ആത്മമിത്രങ്ങൾ ആണ് നിങ്ങളെങ്കിൽ ആത്മമിത്രത്തെ കണ്ടുമുട്ടുവാനുള്ള അങ്ങേയറ്റത്തെ കൊതിയോടെ ദാഹത്തോടുകൂടി കഴിയുന്നവരായിരിക്കുമല്ലോ നിങ്ങൾ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ദുനിയാവിൽ കഷ്ടപ്പെട്ട് വിശപ്പും ദാഹവും പ്രയാസങ്ങളും സഹിച്ച് ജീവിക്കുന്നത്? എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് മരണപ്പെട്ട് ആത്മമിത്രമായ അല്ലാഹുവെ കണ്ടുമുട്ടാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്? ഇതാണ് പടച്ചവന്റെ ചോദ്യം. നിങ്ങൾ ഇപ്പോ മരിക്കാൻ സന്നദ്ധരാണോ? ഇൻകുന്തും സാദിഖീൻ, സത്യവാന്മാരാണെങ്കിൽ പറയും. അല്ലാഹു തന്നെ മറുപടി പറയാൻ ഇല്ല, അവർക്കത് സാധ്യമല്ല. അവരുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതിനാൽ അവർക്കൊരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ കഴിയില്ല. കാരണം അവർ ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ പിന്നെ അവരെങ്ങനെയാണ് മരണത്തെ ആഗ്രഹിക്കുക? ഇങ്ങനെയാണ് അവരുടെ അവസ്ഥ എന്ന് കൂടി ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. പ്രവാചകന്മാരെ വധിക്കുന്നിടത്തോളം അവർ എത്തിയെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ويقتلون النبيين بغير الحق ويقتلون النبيين بغير الحق പ്രവാചകന്മാരെ അന്യായമായിട്ട് വധിച്ചു കളയുന്നിടത്തോളം അവരെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സത്യം വിളിച്ചു പറയുമ്പോൾ അസഹിഷ്ണുക്കളായ അവർ പ്രവാചകന്മാരെ വധിക്കുന്നിടത്തോളം എത്തിപ്പോയി. ഇത്തരത്തിലുള്ള സാക്ഷ്യങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെയൊക്കെ അവർ ചെയ്തു പോയി എന്നുള്ളതാണ്. അതിനാൽ ഇസ്ലാമിക സമൂഹം അവരിൽ നിന്ന് ഇസ്ലാമിക നേതൃത്വം ഏറ്റുവാങ്ങിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് വളരെ ബോധപൂർവം കാര്യങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മെ ഈ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞല്ലോ, وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ. അപ്രകാരമാണ് ഈ ചരിത്ര പശ്ചാത്തലങ്ങൾ മുന്നോട്ടിക്കൊണ്ട് അല്ലാഹു പറയാണ്. ഇതൊക്കെയാണ് കഴിഞ്ഞുപോയ വേദ സമൂഹത്തിന്റെ അവസ്ഥ. അവരിൽ നിന്ന് ഇപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് ഇസ്ലാമിന്റെ നേതൃമാറ്റം സംഭവിച്ചത് ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ്. നിങ്ങൾ ഒരു മധ്യമ സമൂഹമാകാൻ വേണ്ടിയാണ്, ജനങ്ങൾക്ക് മുമ്പിൽ ഈ സത്യത്തിന്റെ സാക്ഷികളാകുവാൻ വേണ്ടിയാണ്, ജീവിക്കുന്ന പതിപ്പുകളായി തീരുവാൻ വേണ്ടിയാണ്. അതിന് കഴിയുന്നില്ലെങ്കിലോ നമ്മുടെ ഗതിയും ഇതുതന്നെയാകും എന്നാണ് ഇതിന്റെ അർത്ഥം. സാങ്കേതികമായി നാമാണ് ഇന്നത്തെ ഇസ്ലാമിന്റെ വാഹകരും നേതാക്കളും പ്രയോക്താക്കളും. പക്ഷേ സമുദായം എവിടെ എത്തി നിൽക്കുന്നു എന്നറിയണമെങ്കിൽ നാളെ പരലോകത്ത് എത്തിച്ചേരേണ്ടി വരും. കാരണം അന്ത്യപ്രവാചകന്റെ അനുയായികളാണ് നാം, അന്ത്യവേദത്തിന്റെ വാഹകരാണ് നാം. ഇനി അല്ലാഹുവാണ് നമ്മുടെ കാര്യത്തിൽ വിധിതീർപ്പ് കൽപ്പിക്കേണ്ടത്. പക്ഷേ പ്രകടമാകുന്ന ചില ലക്ഷണങ്ങൾ മുൻനിർത്തി നോക്കുമ്പോൾ നിന്യതയും ദൈന്യതയും അവർക്കുമേൽ മുദ്രയടിക്കപ്പെട്ടു എന്നത് നമുക്ക് കൂടി ബാധകമല്ലേ എന്ന് ആലോചിച്ചു പോകും. കാരണം ഇത്രയും വലിയ ഒരു ജനവിഭാഗം, ഒരുപാട് ഭൗതിക വിഭവങ്ങളുള്ള, ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ള, അതുപോലെ തന്നെ മാനുഷിക വിഭവങ്ങളുള്ള ഈ വിഭാഗം എന്തുകൊണ്ടാണ് ലോകത്ത് എന്നും നിന്യതയും ദൈന്യതയും ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിൽ അധപ്പതിച്ചു പോകുന്നത് എന്നതാണ് നാം പരിശോധിക്കേണ്ട ഒരു വിഷയം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം ഇത് തന്നെയായിരിക്കും. പൂർവ്വവേദക്കാർക്ക് സംഭവിച്ച അബദ്ധങ്ങൾ നമുക്കും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നായിരിക്കും ഉത്തരം. തീർച്ചയായും ആത്മപരിശോധന മനസ്സോടുകൂടി ഈ മുഹറമിൽ ഇസ്രായേൽ സമൂഹത്തെ അല്ലാഹു തആല ഫിർഔനിൽ നിന്ന് മോചിപ്പിച്ച ആ പശ്ചാത്തലം അനുസ്മരിക്കുന്നതിനിടയിൽ നാം കൂടുതലായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണം. അല്ലാഹുവിന്റെ ദീനിനോടുള്ള നമ്മുടെ ദൗത്യം, ബാധ്യത എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് ഏറ്റെടുത്ത് നിർവഹിക്കുക എന്നത് നാം ഏറ്റെടുക്കേണ്ട മഹത്തായ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം യഥാവിധി നിർവഹിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകണം. الحمد لله الذي هدانا لهذا وما كنا لنهتدي
صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായി ജീവൻ നയിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസിയ്യത്ത് ചെയ്യാനാണ് ഉപദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിലെ ആ സമുദായങ്ങൾ ഇന്നും സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേൽ സമൂഹം എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ പിൻഗാമികളെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം സമൂഹം അന്ധമായി അനുകരിക്കാൻ ശ്രമിക്കുന്നത് അവരെ തന്നെയല്ലേ എന്ന് ആലോചിച്ച് നോക്കും. പാശ്ചാത്യ സംസ്കാരം എന്നത് ഇന്ന് പാശ്ചാത്യൻ്റേത് മാത്രമല്ല പൗരസ്ത്യൻ്റേത് കൂടിയാണ് എന്ന നിലക്ക് നാം സ്വയം അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരും. അവർ വല്ല ഉടുമ്പിന്റെ മാളത്തിലും പ്രവേശിച്ചാൽ നിങ്ങളും അതിന്റെ പിന്നാലെ ഓടിക്കയറും. സഹാബത്ത് ചോദിച്ചു, ജൂത ക്രൈസ്തവരെയാണോ പ്രവാചകനെ താങ്കൾ ഉദ്ദേശിക്കുന്നത്? പ്രവാചകന്റെ മറുപടി, അല്ലാതെ പിന്നെ ആരെയാണ്? പ്രവാചകൻ അങ്ങനെ പ്രവചിച്ചല്ലോ, പിന്നെ സംഭവിക്കാതിരിക്കുമോ എന്നായിരിക്കും ഒരുപക്ഷെ നമ്മുടെ വാദം. അങ്ങനെയല്ല ഇതിനെ നോക്കിക്കാണേണ്ടത്. വരാനിരിക്കുന്ന ഒരു ആപത്തിനെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ മുന്നറിയിപ്പാണ്. എത്രത്തോളം എന്നാൽ നമ്മുടെ വേഷവിധാനത്തിൽ പോലും തനതായ ഒരു വ്യതിരിക്തത, വ്യത്യാസം കാത്തു സൂക്ഷിക്കുവാൻ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ? താടി വളർത്തുവിൻ, മീശ വെട്ടി ഒതുക്കുവിൻ, കാഷായ വസ്ത്രം ധരിക്കാതിരിക്കുവിൻ, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത് അവരോട് താതാത്മ്യപ്പെടുന്ന ഒരു സംസ്കാരവും ഒരു ശൈലിയും നിങ്ങളിൽ നിന്ന് വിശ്വാസപരമായി ആദർശപരമായി ഉണ്ടാകരുത് എന്ന അർത്ഥത്തിലാണ്. പക്ഷേ എല്ലാം കൈവിട്ടു പോവുകയാണ്. അവരുടേതാണ് നമുക്ക് ഏത് കാര്യത്തിലും പഥ്യം എന്ന് വന്നു പോകുന്നു എന്നത് വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. പലതരത്തിലുള്ള ശീലങ്ങളും സമ്പ്രദായങ്ങളും ആഘോഷങ്ങളും എല്ലാം പടിഞ്ഞാറ് നിന്നാണ് ഇങ്ങോട്ട് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. തീർച്ചയായും ഒരു ആദർശ സമൂഹം എല്ലാ കാര്യത്തിലും, ആദർശത്തിലും, അവരുടെ വ്യക്തിത്വത്തിലും, സംസ്കാരത്തിലും എല്ലാം തനിമ പുലർത്തുവാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം അറിയാതെ ഓരോന്നോരോന്നായി അഴിഞ്ഞഴിഞ്ഞ് വീണ് നാം അവരുടെ ഭാഗമായിട്ട് അലിഞ്ഞു ചേരുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് സംഭവിക്കുക. അങ്ങനെയാണ് പല ആദർശ സമൂഹങ്ങൾക്കും സ്വന്തം അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോയത് എന്നതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പഠിച്ചു തമ്പുരാൻ ആദർശ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹമായി മുസ്ലിം ഉമ്മത്തിനെ പരിവർത്തിപ്പിക്കുമാറാം. ഒരുപാട് മരണങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിക്കുന്നുണ്ടായി. നമ്മളുമായി ബന്ധപ്പെട്ട കസീമ എംബാവ എന്ന ഒരു മഹതി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. വിശുദ്ധ ഖുർആൻ മുഴുവനായും പഠിച്ച് സ്വന്തം കൈപ്പടയിൽ അർത്ഥസഹിതം രേഖപ്പെടുത്തുവാൻ സൗഭാഗ്യം ലഭിച്ച ഒരു മഹതിയായിരുന്നു അവർ. അതേപോലെ തന്നെ പാലാരിവട്ടത്തെ AT ഉസ്മാൻ സാഹിബ്, അദ്ദേഹവും ഖുർആനിനെ സ്നേഹിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇന്ന് കാലത്ത് കിട്ടിയ ഒരു വിവരം, നമ്മുടെ പള്ളിയിലെ നിത്യാസാന്നിധ്യമായ മഹ്മൂദ് സാഹിബിന്റെ ഉമ്മ മരണപ്പെട്ടു എന്ന വിവരമാണ്. അല്ലാഹുവേ, അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. നിങ്ങൾ അറിയുന്നവരും അറിയാത്തവരുമായ, ഇവിടെ പരാമർശിക്കപ്പെടുന്നതും അല്ലാത്തതുമായ ഒരുപാട് ഉമ്മമാരും വാപ്പമാരും സഹോദരങ്ങളും നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട്. മാതാ, അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. അവർ പഠിച്ച ഖുർആൻ അവർക്ക് നീ അനുകൂല സാക്ഷ്യം നൽകി കൊടുക്കണമേ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് അവരെയും നീ ഒരുമിച്ച് ചേർക്കണമേ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണം.
മാനസികമായ അസ്വസ്ഥതകൾ, സാമ്പത്തികമായ ഞെരുക്കം, ശാരീരികമായ അസ്വസ്ഥതകൾ, രോഗങ്ങൾ, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന റബ്ബേ, പരീക്ഷണ വേളയിൽ ഈമാൻ ചോർന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. പടച്ചവനെ, നിന്റെ ദീനിന്റെ ഭാഗമായി എഴുതിച്ചേർന്ന് ദീനിന്റെ വാഹകരായി ദീനിനെ സ്വയം ഉൾക്കൊള്ളുകയും സമൂഹ മധ്യത്തിൽ അതിന്റെ തനിമയോടെ പരിചയം കൊടുക്കുകയും ചെയ്യുന്ന ദീനിന്റെ വാഹകരായി ഞങ്ങളെ നീ മാറ്റണേ റബ്ബേ. പടച്ചവനെ, പൂർവ്വവേദക്കാരെ നീ നിയമിച്ചതുപോലെ നിന്ദതയും ദൈന്യതയും ഓർക്കുമേൽ മുദ്രയടിക്കപ്പെട്ടതുപോലുള്ള അവസ്ഥയിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണമെന്നാണ് കാലഘട്ടത്തോടുള്ള ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന ആദർശവാദികളായി ഞങ്ങളെ പരിവർത്തിപ്പിക്കുന്നവരുടെ വല്ല അബദ്ധങ്ങളും എവിടെയെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ ആത്മപരിശോധന നടത്തി ഖുർആനിലേക്കും സുന്നത്തിലേക്കും തിരിച്ചു വരുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമെന്നാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا